നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പപാളികളിലെയും കട്ടിളപ്പടികളിലെയും സ്വർണം മോഷ്ടിച്ചതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്ക്. എല്ലാവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യത. പ്രതിപ്പട്ടികയിൽ 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു. വൻ ഗൂഢാലോചനയാണ് നടന്നതെന്നും മുഖ്യപ്രതി തിരുവനന്തപുരം ചിറയൻകീഴ് പുളിമാത്ത് ഭഗവതി വിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണമാണ് അപഹരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ബംഗളൂരുവിലെ സ്വർണ്ണ മുതലാളിക്കെതിരെയും മൊഴിയുണ്ട്. ഈ സ്വർണ്ണക്കട മുതലാളിയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷക സംഘം കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും തെളിവെടുപ്പ് നടത്തും. 2019 ജൂലൈ 19-നും 20-നുമായി ഇളക്കിയെടുത്ത ദ്വാരപാലക ശില്പപാളികളും വാതിൽപ്പടികളും ആദ്യം കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കാണ്. സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലാണ് സ്വർണം ആദ്യം സൂക്ഷിച്ചത്. ഇവിടെ ആദ്യം തെളിവെടുക്കും. അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയിരുന്നു. ഇവിടെയും പാളികൾ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലുമൊക്കെ തെളിവെടുക്കും. ശില്പപാളികൾ പ്രദർശിപ്പിക്കുകയും പൂജ നടത്തുകയും ചെയ്ത സ്ഥാപനങ്ങളിലും വീടുകളിലും തെളിവെടുക്കും. ബെല്ലാരിയിലെ വ്യവസായി വിനോദ് ജെയിന്റെ വീട്ടിലും അജികുമാർ എന്നയാളുടെ എറണാകുളം വാഴക്കുളത്തെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും. നടൻ ജയറാമിന്റെ വീട്ടിലും പ്രത്യേക അന്വേഷണ സംഘം എത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാൻ ശ്രമിച്ചതായും ഇതേ തുടർന്നാണ് അതിവേഗം കസ്റ്റഡിയിലെടുത്തതെന്നും പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് SP ശശിധരൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിലായിരുന്ന SP ഇക്കാര്യം കീഴുദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഇയാൾ ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് സംഘം പുളിമാത്തുള്ള വീട്ടിലെത്തുമ്പോൾ പോറ്റി സ്ഥലം വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റാന്നി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് RC അരുൺകുമാറാണ് റിമാൻഡ് കാലയളവിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത്. 6 ആഴ്ചയിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട കേസെന്ന നിലയിലാണിത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട മുറിയിലായിരുന്നു നടപടികൾ. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം കസ്റ്റഡി അപേക്ഷയും പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായ സമാനമായ കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഈ കാലയളവിൽ പ്രതിക്ക് എല്ലാ ദിവസവും മെഡിക്കൽ പരിശോധനയ്ക്ക് അവസരമൊരുക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം അംഗീകരിച്ചു. അഭിഭാഷകനുമായി സംസാരിക്കാൻ 10 മിനിറ്റ് സമയവും അനുവദിച്ചു. കോടതി നടപടികൾ പൂർത്തിയാക്കി പോലീസ് ജീപ്പിൽ കയറ്റുമ്പോൾ എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന് പ്രതി വിളിച്ചു പറഞ്ഞു. പകൽ 1-ഓടെ പത്തനംതിട്ട പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ച അരമണിക്കൂറിന് ശേഷം വൻ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് സ്വർണം വേർതിരിച്ചു നൽകിയതെന്ന് അറസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ കിളിമാനൂർ പുളിമാത്തിലെ വീട്ടിൽ നിന്നും പിടികൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP S ശശിധരൻ ചോദ്യം ചെയ്ത ശേഷം പുലർച്ചെ 2:40-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.